ആ പ്രസാദ്. ആ ശശിട്ടാ, ഞങ്ങൾ മധുവിന്റെ വീട്ടിൽ തീർത്തുണ്ട്. അവിടെ എപ്പോഴാണ് വേണ്ട ഡേറ്റ് നോക്കി പറഞ്ഞാൽ മതി. എടാ, ഇവിടെ പൂജ നടത്താനുള്ള ഒരു അവസ്ഥയിലല്ല. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഓട്ടത്തില്ല. അച്ഛനൊന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ. അല്ല, അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ? അല്ല, വേണ്ട വേണ്ട. നിന്റെ വീട്ടിലും സുഭാഷിന്റെ വീട്ടിലൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അയ്യോ താങ്ക്സ്. പിന്നെ നീ ആ പ്രസ് വിളിച്ചിട്ട് പൂജയുടെ നോട്ടീസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക. അത് എന്ന് കിട്ടുന്നോ അതിന്റെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ കയറ്റാനുള്ള ഏർപ്പാടും ഉണ്ടാക്കണം. പിന്നെ ഈ ഹോസ്പിറ്റലുകള്, അമ്പലങ്ങള്, ഇതുപോലെ സങ്കടവും പ്രാർത്ഥനയായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചറ പറ കൊടുത്തു. ഓക്കെ ഓക്കെ. എവിടെയായിരുന്നടാ? വീട്ടിലെ ഗ്യാസ് തീർന്നു പോയത്. പിന്നെ ഏജൻസി പോയി പുതിയ കുറ്റി എടുത്തു വന്നിട്ട് നീ ക്യാൻറ്റീനിലേക്ക് അല്ലേ ഞാൻ കൊടുത്തിട്ട് വരും. ഇവിടെ ആരാ അഡ്മിറ്റ് ആയിരിക്കണേ? എന്തേ ഈ കഞ്ഞിയൊക്കെ അച്ഛൻ മാത്രം കുടിച്ചാ പോരെ? നിങ്ങൾക്ക് കഴിക്കാൻ വീട്ടിലുണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ എനിക്കും കൂടെ കൊണ്ടുപോവാ. ഇത് കഴിച്ച് നാവ് ചത്തു. അതിനോട് ഉണ്ടാക്കും. ഇനി എത്ര ദിവസം കൂടെ കിടക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. ഹാർട്ട് വീക്കാ. ഇനിയൊന്നുകൂടെ ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സൈഡ് പാരലൈസ് ആയത് ചികിത്സിച്ചാൽ പോകും. ഹലോ ഡോക്ടർ. നിങ്ങൾ വന്നിട്ട് പോയായിരുന്നോ? ഞാൻ ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. എന്തേ? ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞാനങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ പറയാം. വേറൊന്നുമല്ല, അച്ഛൻ്റെ കാര്യേ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. വെറുതെ അനാവശ്യ ഹോപ്പ് തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. ഉടനെ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നീ അങ്ങോട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീട്ടുകാരൊക്കെ ഒന്നേ വിളിച്ചൊന്ന് കാണിച്ചേരേ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പുള്ളിക്ക് അങ്ങനെ തോന്നൽ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ടേ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്ന് പറയായിരുന്നു. ഞാൻ വേണ്ട പോലെ ചെയ്യാം ഡോക്ടറെ. ശരി ശരി, ഓക്കെ ഡോക്ടർ. ശശി, രാവിലെ നീ പറമ്പിൽ പോകുമ്പോഴേ കുഴപ്പം കണ്ടാ ഒന്ന് പൊട്ടിച്ചോണ്ട് പോവാ. തോരൻ വെച്ച് തന്നുവിടാം ഞാൻ അച്ഛന്. ഒറ്റയ്ക്ക് ആ മുറി കിടപ്പല്ലേ, എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെ എന്ന്. അമ്മ വരുന്ന അച്ഛനെ കാണാൻ. വേണ്ടടാ. ഓ, ആ കിടപ്പ് കാണാൻ ഞാനില്ല. പിന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം. അതെ, നിങ്ങൾ വരുമ്പോ ഒന്ന് ഡോക്ടറിനെ കാണാൻ പറഞ്ഞിരുന്നു. ശരി, ഞാനെന്നാ പോയി. ശരി, പോയിട്ടോ. ഡോക്ടർ. വാ, നമുക്കേ അച്ഛനെ ഒന്ന് പോയി കാണാം. എന്താ പറ്റി? അച്ഛനെ ഇന്നലെ മുതൽ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ പരമാവധി പറഞ്ഞു നോക്കി. അച്ഛൻ ഒരു പൊടിക്ക് അടുക്കുന്നില്ല. അതാ ഞാൻ വിളിപ്പിച്ചത്. ദേ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ. ഞാനോ? പോയിക്കോ. പോയിക്കോ. ഞാനെന്നാ ഒന്ന് റൗണ്ട്സിനൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ സമയം കഴിയാറായെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ?
നീ എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ എന്നും. അല്ല ചേ, എല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാനൊരു മുരടനായിരുന്നു അല്ലേ? ആ എന്ത്? അങ്ങനെ തോന്നി. ഈ വിലപ്പെട്ടതൊക്കെ ഇങ്ങനെ പിശുക്ക് കൂട്ടി വയ്ക്കുന്ന പോലെ തന്നെയാ നിങ്ങളോട് സ്നേഹത്തിൻ്റെ കാര്യത്തിലും ചെയ്തത്. ആ അബദ്ധമായി പോയി. എനിക്കെല്ലാവരെയും ഒരുമിച്ച് കാണണമെന്നുണ്ടാ. അതിങ്ങനെ ഈ ചില്ലിനപ്പുറം നിന്നുകൊണ്ടല്ല, നമ്മൾ തറവാട്ടി വെച്ച് എല്ലാവരെയും ഇങ്ങനെ തൊട്ടും തലോടിയും മതിയാവോളം കെട്ടിപ്പിടിച്ചു. ഞാൻ ശാന്തിയുടെ പിള്ളേരെ എടുക്കുകയോ കുഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്കതൊക്കെ ഇപ്പം ചെയ്യാൻ തോന്നുക. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കരുതി വെച്ചിരുന്നതാ. കുറേ കാലം കൂടി ഇങ്ങനെയൊക്കെ പോകുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അച്ഛൻ ആ കോൺഫിഡൻസ് ഒന്നും വിടണ്ട. ഒന്ന് സുഖമായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ സന്തോഷമായിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാമല്ലോ. ആ പിന്നെ നമ്മുടെ ഗോപനൊരു ജോലിക്കാരി ശരിയായി വന്നിട്ടുണ്ട്. ആ, അത് നന്നായി. അച്ഛൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛനെന്നാ റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മോനെ, ആ ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഈ വണ്ടി എത്ര ദിവസം കൂടെ ഓടുമെന്ന്. നീ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവരുന്നതല്ലേ? ആ കൂട്ടത്തെ രണ്ടുപേരെയും കൂടെ നീ ഇവിടെ കൊണ്ടുവരണം. കണ്ണടയുന്നവരെ അവരെയും കാണണം എനിക്കിവിടെ. ആരാ അച്ഛാ? ശ്രീകണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കുടുംബം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. രുക്മിണി, അവരിലൊരു മകനുണ്ട്. നീ ഒന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങോട്ട് പോയി അവരെയൊക്കെ കണ്ടിട്ട് കുറേയായി. ഇനിയിപ്പോൾ അതിനും സാധിക്കില്ലല്ലോ. പിന്നെ വലിയ കോലാഹലമൊന്നുമില്ലാതെ നീ ഇതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കണം. എന്നിട്ട് നിന്റെ അമ്മയോട് പറയണം ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ. ഏത് സ്പീഡിലെടുക്കാൻ? എനിക്കറിയില്ല. അമ്മയല്ലേ 19 കൊല്ലമായിട്ട് അച്ഛനെ മനസ്സ് വായിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്നും എഴുതിയ പേജ് അമ്മ കണ്ടിട്ടില്ലേ? നീ ശ്രീകണ്ഠപുരത്ത് പോയിരുന്നല്ലോ, അപ്പോൾ മനസ്സിലായില്ലേ? അതച്ഛൻ ശശിധരനെ കടലും കാണിച്ച് കപ്പലിൻ്റെ വാങ്ങിച്ചു കൊടുത്ത് വെസ്റ്റേറ്റ് കിട്ടുന്നുണ്ടാവും. അല്ലാണ്ട് ഈ കേസെട്ടിൻ്റെ വീട്ടിലോട്ടൊക്കെ ബോധമുള്ള ആരെങ്കിലും കൊണ്ടുപോകും. ആരെയും കൊണ്ടുപോകും. ആ പിന്നല്ലാണ്ട് ഇതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ച സ്പിരിറ്റ്. നീ പോടാ അവിടുന്ന്. നീ കാര്യം പോടാ. ചേച്ചി എന്താ പറഞ്ഞ? എന്തു പറയാൻ? ഇത് കേട്ടപ്പോൾ തൊട്ട് മരവിച്ച പോലെ അവിടെ ഇരിപ്പാ. അച്ഛൻ അതേട്ടാ ഇത്ര സ്നേഹത്തോടെ എൻ്റെ മുഖത്തൊക്കെ സംസാരിക്കുന്നു. എന്നൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു. അതിങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കണം ഞാൻ അറിഞ്ഞു. നീ അവരുടെ അടുത്തേക്കല്ലേ? അമ്മയ്ക്ക് എവിടെ ഒരു സൂചന പോലും കിട്ടിയില്ലായിരുന്നല്ലേ? സൂചന കിട്ടിയിരുന്നെങ്കിൽ അന്നേ ഞാൻ ഉണ്ടായിരിക്കുമായിരുന്നോ? നീ എവിടെ വരെ പോയിട്ടും എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ലല്ലോ. അമ്മ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അച്ഛൻ അവരെ കാണണമെന്നൊക്കെയാണ് പറയണത്. ഉള്ള പണിയും പോയി വഴിമുട്ടി നിന്നിട്ടും സ്വന്തം കുടുംബത്ത് പോകാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നെന്താ നിനക്കറിയാലോ. ഞാൻ വേണേത് മനസ്സിൽ വെക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ കുടുംബക്കാരെ അറിഞ്ഞ ചെവിതല് കേൾപ്പിക്കൂല. വല്ല പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ എനിക്ക് അവിടെ അത്ര വോയിസും ഇല്ല. അമ്മ എന്താ പറയണേ? ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിലും ഇപ്പം എന്ത് പറയാനാ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അച്ഛൻ എത്ര ദിവസം ഉണ്ടെന്നാ അവർ പറയണേ? അങ്ങനെ എത്രയെന്നൊന്നും പറഞ്ഞില്ല. എന്നാലും അധികം പോകില്ലെന്നാ പറഞ്ഞേ. എന്നാ പോയി വിളിച്ചൂട്ടാ, ഒരാഗ്രഹം പറഞ്ഞാലേ. പാവം. അവര് വന്നിട്ട് ആരെങ്കിലും കണ്ടാ അത് കുഴപ്പമാവതില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ വകയിൽ അമ്മയാണെന്നോ ചെറിയമ്മയാണെന്നോ ഒക്കെ പറഞ്ഞാൽ പോരെ. ആ മതിയല്ലേ? ഓ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് വൈകാതെ അങ്ങ് വിട്ടോ. യാത്രക്കാരുടെ ശ്രദ്ധിക്കും. ട്രെയിൻ നമ്പർ 01214.
ശശിധരൻ ആ ഭരതനായരുടെ മകനാണ്. ചാലക്കുടി കുറുവിലക്കാവിലുള്ള. ചേർത്തലയിലല്ലേനോ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ഇത് തന്നെയല്ലേ? ഇപ്പോഴാ ഞങ്ങളിതെല്ലാം അറിയുന്നത്. അധികം സമയം കളയാല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വേഗം ഇങ്ങോട്ട് വണ്ടി കയറി. ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് വല്ലാതെ വൈകിക്കാൻ നിൽക്കാതെ നമുക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ ശശേര ഇരിക്കേ, ഞാനൊന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. മോൻ അപ്പോഴത്തേക്കും വരും. നമുക്ക് വന്ന ഉടനെ അങ്ങ് ഇറങ്ങാം. വേഗം വരാം. നീ ഇപ്പൊ എന്തിനാ എങ്ങോട്ട് കയറി പോകുന്നത്? താനേതാ?